ധീമഹി ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ 153 നിഷ്കളങ്ക എന്ന് പറയുന്ന പദമാണ് വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ചർച്ച ചെയ്യാൻ പോകുന്നതും നിരുപാധി എന്ന് പറയുന്ന 154 നാമമാണ്. ഈ നാമത്തെക്കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. എന്നാലും വളരെ ചുരുക്കിയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ ഉപാധി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉപാധി എന്ന് പറഞ്ഞാൽ മാധ്യമം എന്നർത്ഥം. ഇതൊരു മീഡിയം, അതാണ് ഉപാധി എന്ന് പറയുന്നത്. ഈ ഭഗവതിക്ക് അഥവാ ദേവിക്ക്, ഭഗവതി എന്ന് ഞാനിവിടെ പറഞ്ഞത് ഭജിക്കുന്നവരെ അവനം ചെയ്യുന്നവൾ, ഭജ് എന്ന ധാതുവിൽ നിന്നാണ് ഭഗവതി എന്ന് പറഞ്ഞ വാക്കുണ്ടായത്. ആ ഭഗവതി അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ വാട്ട് എവർ യു ക്യാൻ കോൾ ഹർ, ഡിവൈൻ മദർ, പ്രപഞ്ചത്തിൻ്റെ മാതാവ്, അവൾക്ക് നിരുപാധിയാണ്. നിരുപാധി എന്ന് പറഞ്ഞാൽ ഉപാധി ഇല്ല എന്നർത്ഥം. ഷീ ഡസ് നോട്ട് ഹാവ് എനി ഉപാധി അറ്റ് ഓൾ എന്നാണ്. ഈ ഉപാധി എന്ന് പറഞ്ഞാൽ പദത്തെ നമ്മൾ രണ്ടായിട്ട് പദച്ഛേദം ചെയ്താൽ, ഉപം എന്ന് പറയുന്നത് അടുത്ത് എന്നർത്ഥം. ഉപം സമീപം, ഉപനിഷത്ത് എന്നൊക്കെ പറയില്ലേ, ഉപാസന എന്നൊക്കെ പറയുന്നത് പോലെ ഉപം സമീപം. ആധി എന്ന് പറഞ്ഞാൽ നൽകുന്നു എന്നർത്ഥം. അതായത് തൻ്റെ അടുത്തുള്ള ഒരു വസ്തുവിൽ തൻ്റെ ധർമ്മത്തെ നൽകുന്നു. അതാണ് ഉപാധി എന്ന് പറയുന്ന പദത്തിന് നമുക്ക് പറയാൻ പറ്റുന്ന അർത്ഥം. അതായത് ശുദ്ധമായിട്ടുള്ള കണ്ണാടി, അതിൽ അടുത്തൊരു താമരപ്പൂ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല ചുവന്ന നിറത്തിൽ അത് നമുക്ക് കാണാൻ പറ്റും, അതിൽ പ്രതിഫലിക്കാം. നേരെ മറിച്ച് അതിനെ എടുത്ത് മാറ്റിയിട്ടൊരു ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം കൊണ്ടുവച്ചാൽ നല്ല കടും നീല നിറത്തിൽ ആ സ്ഫടികം മാറും. സ്ഫടികത്തിന് തൻ്റേതായിട്ടുള്ള നിറം ഇല്ല, പക്ഷെ ആ സ്ഫടികത്തിൻ്റെ അടുത്തിരിക്കുന്ന സാധനമാണ് ഉപാധി എന്ന് പറയുന്നത്. ആ ഉപാധിയുടെ നിറവും സ്വഭാവവും ഒക്കെ തന്നെ സ്ഫടികം പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത് പോലെ തന്നെയാണ്. അത് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ പലരും ഇതുപോലെയാണ് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ ചലനമില്ലാതെ കിടക്കുന്ന ജലോപരിതലമുള്ളൊരു തടാകത്തിൽ നമ്മളവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണുന്നത് നമ്മളെ തലകീഴായിട്ടായിരിക്കും കാണുന്നത്. എല്ലാവരും തലകീഴായിട്ടാണ് അതിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് അർത്ഥം. ആ ഉപാധിയുടെ പ്രത്യേകത അങ്ങനെയാണ്. പക്ഷെ നമുക്കറിയാൻ പറ്റും തലകീഴല്ല, നമ്മൾ നേരെ തന്നെയാണ് നിവർന്ന് നിൽക്കുന്നത് എന്ന് പറയും. പക്ഷെ ആ ഉപാധി ഈ പറഞ്ഞ പോലെ ജലോപരിതലത്തിൽ നിശ്ചല തടാകത്തിൽ നമ്മൾ കരയ്ക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും, അതേപോലെ ചുറ്റുമുള്ള എല്ലാ മരങ്ങളും എല്ലാം തലകുത്തി നിൽക്കുന്നു എന്ന് കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ ഉപാധി എന്ന് പറയുന്നത് നമ്മുടെ ജലത്തിൻ്റെ നിശ്ചലമായിട്ടുള്ള പ്രതലമാണ്. അതായത് യാതൊരു തരത്തിലുള്ള ഓളവും തരംഗവും ഒന്നും ഇല്ലാതെ വെറുതെ കിടക്കുന്ന ഈ തടാകത്തിൻ്റെ മുകളിലുള്ള ആ ജലപ്പരപ്പാണ് അവിടുത്തെ ഉപാധി എന്ന് പറയുന്നത്. നമുക്ക് കാര്യകാരണ ബോധമൊക്കെ ഉണ്ട്. നമുക്കറിയാം നമ്മൾ തലകുത്തിയല്ല നിൽക്കുന്നത്, നമ്മൾ നേരെ തന്നെയാണ് നിൽക്കുന്നത് എന്നറിയാമെങ്കിൽ പോലും ഇതൊരു കൊച്ചു കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുഞ്ഞിന് അതിനകത്ത് സംശയമുണ്ടാകാം. അതായത് ഒന്നും അറിയാത്തൊരു കുട്ടിക്കത് ഭ്രമജ്ഞാനം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മളെ യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളവും നമ്മളും ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ്. ജലമെന്ന് പറയുന്ന ഈ അനങ്ങാതെ കിടക്കുന്ന തടാകത്തിൻ്റെ പുറത്തുള്ള ജലമെന്ന് പറയുന്നതാണ് നമ്മളിൽ ഈ വിരുദ്ധ ബോധം സൃഷ്ടിക്കുന്നത് എന്നാണ്. നമുക്ക് തലകുത്തി നിൽക്കുന്നതായി കാണും. പക്ഷേ ഈ അനുഭവം എപ്പോൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തലകുത്തി നിൽക്കുന്നതായിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതാണ് ശരീരത്തിൻ്റെ അവസ്ഥ. ശരീരം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ബോധം ഉണ്ടാവും. അല്ലെങ്കിൽ ശരീരബോധം എന്ന് പറയുന്ന ഉപാധി നിൽക്കും വരെ പ്രപഞ്ചം എന്ന് പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കും. അതായത് ഒരു വ്യാവഹാരിക സത്യം മാത്രമാണ്. നമ്മുടെ ശരീരം വിട്ട് നമ്മൾ ആത്മാവായിട്ട് മാറിക്കഴിയുമ്പോൾ പിന്നെ ഈ പാരമാർത്ഥികമായിട്ടുള്ളത് എന്താണ് എന്ന് നമ്മൾ ശരീരം കളയുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ശരീരമെന്ന് പറയുന്ന ഉപാധി ഉള്ളിടത്തോളം കാലം ചുറ്റും നടക്കുന്നതൊക്കെ യഥാർത്ഥമാണെന്ന് നമുക്ക് തോന്നുന്ന അർത്ഥം. അതായത് ജലോപരിതലമില്ലേ, അതേപോലെ തടാകത്തിലെ നിശ്ചലമായി കിടക്കുന്ന ജലോപരിതലം പോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഉപാധി നമ്മുടെ കൂടെ ഉള്ള കാലത്തോളം നമുക്ക് കാണുന്നതൊക്കെ തന്നെ കൃത്യമാണ് എന്ന് തോന്നും. അത് മായയാണെന്നുള്ളൊരു ബോധം നമ്മളിൽ ഒരിക്കലും അങ്കുരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ
ഈ അങ്ങനെ അങ്കുരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവിദ്യയാണ്. ഈ അവിദ്യ എന്ന് പറയുന്നത് മാറിപ്പോകുമ്പോൾ നമ്മളിൽ അദ്വൈതം പ്രകാശിക്കും എന്നാണ്. അപ്പോൾ ഈ ദേവിയെ സംബന്ധിച്ചിടത്തോളം അവിദ്യ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. എപ്പോൾ നോക്കിയാലും പാരമാർത്ഥികമായിട്ടുള്ള അല്ലെങ്കിൽ പരമാർത്ഥ ബോധമാണ് ദേവി എന്ന് പറയുന്നത്. ദേവി തന്നെയാണ് ബോധം, ദേവി തന്നെയാണ് ബോധം, ദേവി തന്നെയാണ് എല്ലാം എന്നർത്ഥം. ശുദ്ധ സത്വമായിട്ട് എപ്പോഴും ഉപാധിയില്ലാത്ത ശക്തി സ്വരൂപിണിയായിട്ട് നിൽക്കുന്നവളാണ് സാക്ഷാൽ ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേവിയെ നിരുപാധി എന്ന് വിളിക്കുന്നു എന്നാണ്. നിരുപാധി, ഉപാധിയില്ലാത്തവൾ, അവൾക്ക് മാധ്യമം ആവശ്യമില്ല, അവൾ സ്വയം ആയതുകൊണ്ട് എന്തും അവൾക്ക് ചെയ്യാം. ഷീ ക്യാൻ ഡു എനിത്തിങ്, ഷീ ക്യാൻ അറ്റംപ്റ്റ് ടു ഡു എനിത്തിങ് എന്നാണ്. ഷീ ഡസ് നോട്ട് റിക്വയർ എ മീഡിയം അറ്റ് ഓൾ. അതാണ്. അപ്പം അത്രയ്ക്ക് ശക്തിയാണ് ദേവി എന്നർത്ഥം. പ്രഭാവം, അപാരമായിട്ടുള്ള പ്രഭാവശാലിനിയാണ് ദേവി എന്നർത്ഥം. അതാണ് ഈ നിരുപാധി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. 154 ഈ നമ്മുടെ പദത്തിൻ്റെ അർത്ഥം അതാണ്. ഇവിടെ നമ്മൾ മതിയാക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ 155 നാമം നമുക്ക് വളരെ വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. അതേവരെ എല്ലാവർക്കും നമസ്കാരം.